ഈ പെറ്റ് വീണാൽ ആ നിമിഷം ശരീരസുഖസ്പർശം വന്നു, അതോടുകൂടി ആത്മാവിനെ മറന്നു. ഈ യുദ്ധത്തിൽ വേണം, ഈ കാഴ്ചപ്പാടിൽ വേണം സന്താനോപാനം കാണാൻ ആചാര്യന്മാർ പഠിപ്പിച്ചു. അങ്ങനെയുള്ള പുത്രനെ എങ്ങനെ പിന്നീട് ജീവിപ്പിക്കാം? കാരണം നമ്മുടെയൊക്കെ അവസ്ഥ, ഈ കുഞ്ഞുങ്ങൾ ജനിച്ചത് ബ്രഹ്മാകാരം പറഞ്ഞു. അതിൽ പറയുന്നത് എന്താ? ധ്യാനം. അതിന്റെ ഓരോ കുട്ടി മരിക്കുമ്പോഴും ആ കുട്ടിയുടെ രാജ്യത്ത് ബ്രാഹ്മണ ബ്രഹ്മാകാര വൃത്തി എന്ന് മനസ്സിലാക്കണം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതിനെയാണ് ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്നത്. അത് ബ്രാഹ്മണന്റെ പുത്രനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഭൂമിയിൽ സ്പർശിച്ചാൽ, അതായത് ജഡഭാവം വന്നു കഴിഞ്ഞാൽ, അതായത് ദേഹസുഖം കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ബ്രഹ്മാകാര വൃത്തി, ബ്രഹ്മബോധം നമ്മുടെ മനസ്സിലിരിക്കില്ല. ഇങ്ങനെയുള്ള വിഷമം എല്ലാ സാധകർക്കും ഉണ്ട്, തുടക്കക്കാർക്കും ഉണ്ട്, മഹായോഗികൾക്കും എന്ന് ഉള്ള വഴി കാണിച്ചു. അങ്ങനെ ബ്രാഹ്മണന്റെ 9ാമത്തെ കുട്ടി മരിച്ചു പോയി കഴിയുമ്പോ ഈ ബ്രാഹ്മണൻ ഒക്കെ നടത്തുകയാണോ? ക്ഷത്രിയന്മാർ യുദ്ധം ചെയ്യേണ്ടവരല്ലേ? എവിടെയാ ബ്രാഹ്മണര് ധനവും ഇല്ലാതെ, ഭാര്യ ഇല്ലാണ്ട്, കുട്ടികളില്ലാണ്ട് കരയണത്? അവിടെയുള്ള ക്ഷത്രിയന്മാരൊക്കെ ക്ഷത്രിയന്മാരുടെ വേഷം മാത്രം ധരിച്ചിട്ട് നടന്മാരെ പോലെ അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ അർജുനൻ ചോദിക്കുകയാണ് ആ സഭയിൽ. ഒരുപക്ഷെ ആ പുരാണത്തിന്റെ ആ കഥ പറയലിന്റെ സുഖത്തിന് വേണ്ടിയിട്ടും അർജുനനെ കൃത്യമായിട്ട് മനുഷ്യന്റെ അറിവില്ലായ്മയുടെ തലത്തിൽ നിർത്താൻ വേണ്ടിയിട്ടും, കാരണം ഗീതോപദേശത്തിനൊക്കെ മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് ആ പാത്ര ചിത്രീകരണത്തിന് വേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ അർജുനെ അങ്ങനെ വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ കഥയുടെ അവസാനത്തിൽ നാരായണൻ അർജുനനോടും കൃഷ്ണനോടും നിങ്ങൾ രണ്ടുപേരും ഞാനാണെന്ന് പറയുമ്പോ ആ അർജുനൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ എന്നൊന്ന് സംശയിക്കേണ്ടതുണ്ട്. ആ അർജുനൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ 2 വേഷവും കെട്ടിയാടുന്നത് ഭഗവാൻ തന്നെയാണ്. അർജുന വേഷം കെട്ടുന്നതും ഭഗവാനാണ്, കൃഷ്ണവേഷം കെട്ടുന്നതും ഭഗവാനാണ്. അങ്ങനെ ബ്രാഹ്മണനോട് പറയണം, ഭഗവാൻ ദീനരായിട്ടുള്ള താങ്കളുടെ കുട്ടിയെ ഞാൻ രക്ഷിക്കും, ഇതിൽ പ്രതിജ്ഞ പാലിക്കാനായില്ലെങ്കിൽ അഗ്നിപ്രവേശം ചെയ്ത് പാപമോചനം നേടിക്കൊള്ളാം എന്നാ പറയണം. രസം എന്താ വെച്ചാൽ കഥകളിയില് മണ്ഡോപ്പള്ളി ഇട്ടരാരിശമേനോന്റെ പ്രസിദ്ധമായിട്ടുള്ള ആട്ടക്കഥ സന്താനോപാരം, അതില് അർജുനൻ കൃഷ്ണനെ കാണാൻ വരുമ്പോ തന്നെ ഒരു പദമുണ്ട്, പ്രസിദ്ധാണ്. കോട്ടക്കൽ മധുവട്ടന്റെ ഒക്കെ ശബ്ദത്തില് നാഥാഭവൽ ചരണ ദാസരാമിജ്ജനാനാം. ഞാൻ പാടിയ മോശമാവും, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഏതാകിലും വരുമോ ബാധ വീതശങ്കമെല്ലാരും ജാതാനന്ദം വാണിയിടുന്നു എന്നാണ്. അതായത് ഇതിനൊരു പ്രല്യൂഡ് ഇട്ട് കൊടുക്കുകയാണ്, ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ട് കൊടുക്കുകയാണ്. അർജുനൻ കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ് ഈ ഭീകരമായ കാഴ്ച. പക്ഷെ വന്നു കയറുമ്പോൾ അർജുനന്റെ മനസ്സിൽ എക്സ്പെക്ടേഷൻ എന്താ? ദ്വാരക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും സൗഖ്യമുള്ള സ്ഥലം എന്നാ. ഇപ്പൊ ചിലർ പറയും ദുബായി പോകുമ്പോ ഏത് രാത്രിയും പകലോടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നു. പക്ഷെ അതിന്റെ അന്തരാളങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാലേ ആ നഗരത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ അവിടെ വർഷങ്ങൾ ജീവിച്ച ഒരാളാണ്, അതുകൊണ്ട് അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അതുപോലെയാണ് ദ്വാരകയിൽ ഇടയ്ക്കെപ്പോഴോ വരുന്ന അർജുനൻ ചോദിക്കുകയാണ്, നാഥ ഇവിടുത്തെ പാദദാസരായിട്ടുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടം വരുമോ? അങ്ങല്ലേ ഇവിടെ വസിക്കണത്, അല്ലയോ ചന്താമര കണ്ണ, ആശ്രയിക്കുന്നവരെയൊക്കെ സംരക്ഷിക്കണേല് അങ്ങ് ദത്തശ്രദ്ധനല്ലേ, സാക്ഷാൽ മഹാദേവൻ വന്ദിക്കണവനല്ലേ അങ്ങ്, അങ്ങയുടെ താമരപ്പൂ പോലുള്ള ആ കാലുകളിൽ ഞാൻ വന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സ്തുതി. നാഥാഭവൽചരണ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥകളി പദമാണ്. അതിൽ അർജുനന്റെ എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാണ്. അർജുനൻ കരുതുന്നത് ഇവിടെ ഇങ്ങനൊരു പ്രശ്നം വരില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇങ്ങനൊരു പ്രശ്നം നമുക്ക് കാണിച്ചു തരുന്നത്. അത് ഇട്ടരാരിശമേനോൻ വളരെ ഭംഗിയായിട്ട് ആ പാത്രസൃഷ്ടിയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളത്. എനിക്ക് എപ്പോഴും ഈ കഥകളി കുറച്ച് പറയാൻ തോന്നും, അതൊരു രസമാണ്. ഇൻസിഡന്റലി കഴിഞ്ഞ ദിവസം ഇക്കാലത്തെ ഏറ്റവും മികച്ച സന്താനഗോപാല ബ്രാഹ്മണൻ ചെയ്യണ ദേവദാസേട്ടന്റെ ഹനുമാൻ ഉണ്ടായി ഇവിടെ. അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ സന്താനഗോപാല ബ്രാഹ്മണന് ഹനുമാനൊക്കെ അതിവിശേഷമായിരുന്നു. കോളമ്പാറ നാരായണൻ നായർ ചെറുപ്പത്തില് പത്മനാഭൻ നായരാശാന്റെ സന്താനഗോപാല ബ്രാഹ്മണന്റെ കുട്ടികളിൽ ഒരാളായിട്ട് ഞാനും വേഷമിട്ടുണ്ട്.
വെറുതെ ഭസ്മം തേച്ച് നിന്നാൽ മതിയല്ലോ. അപ്പൊ എന്താണെങ്കിലും ആ ബ്രാഹ്മണന്റെ 9ാമത്തെ കുട്ടിയും മരിച്ചിട്ടുള്ള വിലാപം അർജുനന്റെ അതിഘോരമായിട്ടുള്ള പ്രതിജ്ഞയിൽ അവസാനിക്കുകയാണ്. അപ്പൊ ബ്രാഹ്മണൻ പറയാ, അല്ലയോ അർജുന, ബലരാമനും ശ്രീകൃഷ്ണനും ധനുർധാരികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള പ്രദ്യുമ്നും ഏറ്റവും അനുഭവനായിട്ടുള്ള അനിരുദ്ധനും പോലും വിചാരിച്ചിട്ട് എന്റെ കുട്ടികളെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ ജഗദീശ്വരന്മാരാൽ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത കാര്യം നീ എങ്ങനെ ചെയ്യാനാണെന്നാ ചോദിക്കുന്നത്. എനിക്ക് നിന്റെ വാക്കുകൾ വളരെ മണ്ടത്തരവും അബദ്ധവും നിറഞ്ഞതായിട്ട് തോന്നുന്നു എന്നാ പറയുന്നത്. ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം എന്താ വെച്ചാൽ, ബ്രാഹ്മണൻ പറയുന്നത് മഹാപുരുഷന്മാർക്ക് പോലും ബ്രഹ്മാകാരവൃത്തി സ്ഥിരമായിട്ട് നിർത്താൻ പറ്റില്ല, പിന്നെയാണോ അർജുന നിന്നെ കൊണ്ട് സാധിക്കുക എന്ന് ചോദിക്കുന്നതാണ് നമ്മൾ ഇതിന്റെ അന്തരാർത്ഥം എടുക്കുന്നത്. നമുക്ക് പോലും നിരന്തരമായിട്ട് മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ ഈ മഹത്തുക്കൾക്ക് പോലും സാധിക്കുന്നില്ല, പിന്നെയാണോ നിനക്ക് എന്ന് ചോദിക്കുന്നതായിട്ട് അവിടെ അർത്ഥം എടുക്കണം. അവിടെ തൽക്കാലം ഭഗവാനെ മനുഷ്യനായിട്ട് കാണുക. അർജുനൻ പറയും, ബ്രാഹ്മണ, ഞാൻ ബലരാമനല്ല, ഞാൻ ശ്രീകൃഷ്ണനല്ല, ഞാൻ പ്രദ്യുമ്നനല്ല, അനിരുദ്ധനല്ല, എൻ്റെ പേര് അർജുനൻ എന്നാണ്. ഞാൻ ഗാന്ധീവധനുസ് ധരിക്കുന്നവനാണ്. ആ ഗാന്ധീവത്തിന്റെ ഖ്യാതി എന്താണെന്ന് എനിക്കറിയോ? അല്ലയോ വിപ്ര, മഹാദേവനെ പോലും തപസ് ചെയ്ത് യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന്റെ തലയ്ക്കൊരു അടിയും കൊടുത്ത് ഇന്നും ആ മറുകും വെച്ചിട്ട് അദ്ദേഹം ജീവിക്കുന്നത്. മഹാദേവന്റെ ശിരസിൽ ആ ജഡ ഒന്ന് പൊക്കി നോക്കി എപ്പോഴും ഒരു അടി കൊണ്ട പാട് കാണും. ആ ഗാന്ധീവം വെച്ചിട്ട് കരഞ്ഞോണ്ട് അവസാനം ഈ കുട്ടികൾ ദേഷ്യം വന്ന അച്ഛനെ അമ്മയെ എടുത്തിട്ട് അവസാനം ഒരു അടി അടിക്കില്ലേ, അതുമാതിരി അച്ഛനെ ഒരു അടി അങ്ങോട്ട് കൊടുത്തതാ മകൻ. അങ്ങനെ ഒരു അടി കൊടുത്ത് ആ മുറിവ് എങ്ങനെയാണോ ഭൃഗുവിന്റെ ചവിട്ട് നെഞ്ചിക്കൊണ്ട് നടക്കുന്നത് നാരായണൻ, അതുമാതിരി അർജുനന്റെ വില്ലുകൊണ്ടുള്ള അടി ആ കബർത്തത്തിന്റെ ഇടയിൽ കൊണ്ടു നടക്കുന്നുണ്ട് ഇന്നും മഹാദേവൻ, ഭക്തന്റെ ഒരടി. അങ്ങനെയുള്ള മഹാദേവനെ പ്രസാദിപ്പിച്ച് പാശുപതാസ്ത്രം വരെ നേടിയവനാണ് ഞാന്. മൃത്യുവിനെ ജയിച്ചവനാണ്, മൃത്യുഞ്ജയനെ ജയിച്ചവനാണ് സന്തോഷിപ്പിച്ചിട്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ? നീ പറയണ പോലെയൊന്നുമല്ല, ബ്രഹ്മാകാര വൃത്തിയെ എനിക്ക് സ്ഥിരമാക്കി വെക്കാൻ സാധിക്കും എന്ന് അർജുനൻ മിഥ്യാധാരണ കൈക്കൊള്ളണു അവിടെ. കാരണം പാശുപതാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയുധമല്ല, അതൊരു ശ്വാസക്രിയ. പശുപതി എന്ന് പറഞ്ഞാൽ ജീവന്റെ അതീശത്വം ഉള്ള ആരോ അത് പശുപതി. ജീവന്റെ മേൽ അതീശത്വം സ്ഥാപിക്കാൻ സാധിക്കുന്ന ഏതൊരു വിദ്യയോ അത് പാശുപത വിദ്യ. പ്രാണനെ നിയന്ത്രിച്ചുണ്ടാക്കുന്നതാണ്. പ്രാണായാമത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ് വാസ്തവത്തിൽ പാശുപത വിദ്യ. നമ്മൾ കലണ്ടറുകളിലും ചിത്രങ്ങളിലെ ഒരു അസ്ത്രം കൊടുത്തു കയ്യിലെന്ന് കാണുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ് ജീവജാലങ്ങൾക്കെതിരെ ഒന്നും പ്രയോഗിക്കരുത് എന്ന് പറയാൻ കാരണം അത് അറിഞ്ഞാൽ സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികൾ മുഴുവൻ സാധാരണ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് വരും. അതുകൊണ്ട് അത് വാങ്ങി സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സ്പൈഡർമാനിൽ പറഞ്ഞ മാതിരി വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അവിടെ റെസ്പോൺസിബിലിറ്റി വളരെ അധികമാണ്. അത് കയ്യിൽ സൂക്ഷിക്കാനേ പറ്റൂ. അത് വാങ്ങി വെച്ചിട്ട് തനിക്ക് ബ്രഹ്മാകാര വൃത്തി ഉണ്ട് എന്ന് നടിക്കുന്നതാണ് ഒരു യോഗിക്ക് പറ്റുന്ന അബദ്ധം. പ്രാണായാമം കൊണ്ട് നേടാവുന്ന ശക്തിയുടെ പാരമ്യതയാണ് ജീവനെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പം അർജുനൻ ചിന്തിക്കുകയാണ്, ഞാൻ അത് നേടിയവനാണ്, പിന്നെ എനിക്കെങ്ങനെ ബ്രഹ്മാകാര വൃത്തി എന്ന് മനസ്സ് പോവുക? എൻ്റെ മനസ്സ് ബ്രഹ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് പറയുന്നതായിട്ട് അവിടെ നമുക്ക് അർത്ഥമെടുക്കാവുന്നതാണ്. അർജുൻ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ബ്രാഹ്മണന് കൂടുതൽ വിശ്വാസം തോന്നി. അത് ആ ഉറച്ചിട്ടൊരാൾ പറയുമ്പോൾ എപ്പോഴും എന്തൊക്കെ നമ്മൾ എതിർപ്പ് പറഞ്ഞാലും ഒരാൾ അത്രയും, നമ്മൾ പറയില്ല അയാൾ അത്രയും ഉറപ്പിച്ച് പറഞ്ഞോണ്ടാട്ടോ ഞാൻ അയാളെ ഏൽപ്പിച്ചത്, എന്നിട്ട് അയാൾ എന്നെ പറ്റിച്ചല്ലോ എന്നല്ലേ നമ്മൾ പറയാറ്. അതേപോലെ ഇവിടെ അർജുനന്റെ വാക്കുകൾ, ആ പൗരുഷം, പിന്നെ അർജുനൻ പറയണ സ്ഥലം ഏതാ, ഇവരൊക്കെ കാണാത്രേ പറയണത്. കഥകളില് അത് ഒറ്റയ്ക്കാണ് പറയണത്, പക്ഷെ ഇവിടെ സഭയിലാ പറഞ്ഞതെന്ന്. ആ സഭയിൽ ഇത് പറയണ കേട്ട് കഴിഞ്ഞപ്പോ ഇത്രയും പേരുടെ മുന്നിൽ പറഞ്ഞ് ഭഗവാനും അപ്പോഴും ഭഗവാൻ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എന്താണെങ്കിലും അത് നടക്കും എന്നുള്ളൊരു വിശ്വാസം വന്നതുകൊണ്ട് ബ്രാഹ്മണൻ അർജുനന്റെ അടുത്ത് ശരി എന്നാ അങ്ങനെ ആവട്ടെ, എൻ്റെ ഭാര്യ ഇനി ഗർഭം ധരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങേ അറിയിച്ചു കൊള്ളാം, പ്രസവ സമയം എടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. ആ കാലക്രമേണ ആ അജിരേണ ആ സ്ത്രീ, ബ്രാഹ്മണ സ്ത്രീ 10ാമത്തെ ഗർഭം ധരിച്ചു. അങ്ങനെ 10ാമത്തെ ഗർഭം ധരിച്ചപ്പോ ഓടി അർജുനന്റെ അടുത്ത് ബ്രാഹ്മണൻ വരുന്നു. ബ്രാഹ്മണൻ പറഞ്ഞു, അർജുന, എൻ്റെ സന്താനത്തെ മൃത്യുവിൽ നിന്ന് രക്ഷിച്ചാലും എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. ഒരു യോഗിയുടെ അടുത്ത് ചെന്നിട്ട് പറയണം, ആ ബ്രഹ്മാകാര വൃത്തിയെ നിലനിർത്തി തരണം എന്ന് യോഗസിദ്ധികളുള്ള ഒരാളോട് ചെന്ന് പറയണം. പക്ഷെ അയാൾക്ക് യഥാർത്ഥത്തിൽ
ആ ബ്രഹ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനസ്സുണ്ടോ എന്നുള്ളത് ഇനിയും തെളിയിക്കപ്പെടേണ്ടതായിട്ടായിരിക്കണം. അർജുനൻ വേഗം തന്നെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ രീതികൾ അനുസരിച്ചിട്ട് ശുദ്ധജലം എടുത്തു, ആചമനം ചെയ്തു. ആചമനം ചെയ്തിട്ട് മഹാശിവഭക്തനാണ്. ഭഗവാനും അർജുനനും ശിവനെ പൂജിച്ചിട്ട് എന്തും തുടങ്ങിയിരുന്നുള്ളൂ. മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ ശിവനെ എത്ര തവണയാണ് കൃഷ്ണൻ പൂജിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങ് ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. കൃഷ്ണൻ രുദ്രൻ ജപിച്ചതൊക്കെ ഞാൻ വിസ്തരിച്ച് തന്നെ പറയാറുണ്ട്. ആ ഭേദഭാവം മനസ്സിൽ നിന്ന് പോവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോ അവിടെ ആ മഹാദേവനെ സ്മരിച്ചിട്ട് ആ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് തൻ്റെ ഗാന്ധീവം ധരിച്ച് ബ്രാഹ്മണന്റെ വീട്ടിൽ ചെന്നിട്ട്, വീട്ടിൻ്റെ ഉള്ളിൽ പ്രസവം വേണ്ട, പുറത്ത് പറമ്പിൽ സ്ഥലമുണ്ടോ നോക്കിയിട്ട് നല്ല ശുദ്ധമായിട്ടൊരു സ്ഥലത്ത് തീർത്ഥമൊക്കെ തെളിച്ചിട്ട് അസ്ത്രങ്ങൾ കൊണ്ട് ഒരു കൂടാരം കൊണ്ട് ഉണ്ടാക്കി, ഒരു സൂതികാഗൃഹം, ഒരു പേറ്റുമുറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ആ ബ്രാഹ്മണ സ്ത്രീയെ പ്രവേശിപ്പിച്ച് അതിൻ്റെ വാതിൽ ശരങ്ങൾ കൊണ്ടുണ്ടാക്കി അതടച്ച് ആ ഗാന്ധീവധാരിയായിട്ടുള്ള അർജുനൻ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് അതിൻ്റെ പുറത്ത് നിന്നു എന്നാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പേറ്റുനോവൊക്കെ തുടങ്ങി, അതിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അർജുനന് ആകാംക്ഷയായി. ബ്രാഹ്മണൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഊലാത്തുന്നുണ്ട് പുറത്ത്. അങ്ങനെ അകത്ത് കുട്ടിയുടെ കരച്ചില് കേൾക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഉറക്കെയുള്ളൊരു കരച്ചിലാണ് കേൾക്കുന്നത് ആ അമ്മയുടെ. ബ്രാഹ്മണൻ വേഗം തന്നെ ആ ശരങ്ങൾ കൊണ്ടുള്ള വാതിലൊക്കെ തകർത്ത് അകത്ത് കയറി നോക്കുമ്പോൾ ആ ബ്രാഹ്മണ സ്ത്രീ പ്രസവ ക്ഷീണത്തിലാണെങ്കിലും വാവിട്ട് നിലവിളിക്കും. കഥകളിയിൽ അതൊരു മനോഹരമായിട്ടുള്ള ഒരു പദമുണ്ട്. വിധിമതം നിരസിച്ചിടാമോ വിദഗ്ധന്മാർക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. വിധിമതം നിരസിച്ചിടാമോ, അധികതമായതെല്ലാം അധികേതമോദജാലം, മതിവേദം കൂടാതെ കണ്ടനുഭവിക്കല്ലാതെ. എത്ര മഹത്തുക്കളാണെങ്കിലും വിധി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അതിനെ നമുക്കൊക്കെ എങ്ങനെയാ മറികടക്കാൻ സാധിക്കാന്നാ ചോദിക്കണം. അങ്ങനെ ആ കരച്ചിൽ കേട്ട് അർജുനൻ അങ്ങോട്ട് അസ്തപ്രജ്ഞനായിട്ട് നിൽക്കുകയാണ്. എന്താ സംഭവിച്ചത്? സാധാരണ കുട്ടികൾ മരിച്ചാൽ കാണാൻ, സംസ്കരിക്കാൻ, കുട്ടിയുടെ മടിയിലിരുത്തി കരയാൻ ഒരു ശവശരീരമെങ്കിലും കിട്ടാറുണ്ട്. ഇത്തവണ ശവശരീരം പോലും കിട്ടിയില്ല. പ്രസവിച്ച് ഭൂസ്പർശം വന്ന പാടെ കുട്ടി ആകാശത്തേക്ക് ഉയർന്നങ്ങോട്ട് മറഞ്ഞുപോയി. ആകാശത്തേക്ക് ഉയർന്ന് മറഞ്ഞു പോയതോടുകൂടി ബ്രാഹ്മണൻ അങ്ങോട്ട് വന്ന് അർജുനനെ നപുംസകാണ് നീ ആണും പെണ്ണും കെട്ടവനാണ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഭർഷിക്കാൻ തുടങ്ങും. നിന്റെ മൂർഖത, നിന്നെ ഞാൻ വിശ്വസിച്ചു പോയല്ലോ, നീ എത്ര വലിയ അഹങ്കാരിയാണ്. കുട്ടി പോയതിനും കൂടിയല്ല ബ്രാഹ്മണൻ ചീത്ത പറയുന്നത്, നിന്റെ അഹങ്കാരം. നീ കൃഷ്ണന്റെ സഖാവാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ അഹങ്കാരം പറഞ്ഞിട്ട് ഈ കൃഷ്ണന് പോലും നീ കളങ്കത്തെ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഭർഷിക്കണത്. ബലരാമനും കൃഷ്ണനും പ്രദ്യുമ്നന് പോലും രക്ഷിക്കാൻ കഴിയാത്തതിനെ പിന്നെ ആർക്കാ രക്ഷിക്കാൻ സാധിക്കുക? ദുർബുദ്ധികളായിട്ടുള്ള മനുഷ്യര് ദൈവദോഷം കൊണ്ട്, അതായത് വിധിയുടെ ഹിതം കൊണ്ട് മരിച്ചു പോകുന്ന കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് അഹമ്മതി കാണിക്കുന്നു. ഈ സിദ്ധിയിൽ അഭിരമിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു പാഠാണ്. ചിലര് കുറച്ചൊക്കെ ധ്യാനവും കുറച്ചൊക്കെ ആയി വരുമ്പോഴേക്കും ഞാൻ എന്താ ഭഗവാനെ കാണാൻ തുടങ്ങി, ഒരു നീല വെളിച്ചം കണ്ടു, അഗ്രേ പശ്യാമി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. തെറ്റാണെന്ന് പറയുന്നില്ല, ഓരോരുത്തർക്കും ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് വിളിച്ചു പറഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് ആലോചിക്കണം. കാരണം യഥാർത്ഥ അനുഭവം വന്നവന് വിളിച്ചു പറയാനുള്ള ശേഷി പോലും ഉണ്ടാവില്ല. അപ്പോ സിദ്ധികൾ വന്നു തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അപകടങ്ങളും ഇതിൻ്റെ കൂടെ വരും. ഭഗവാൻ നരകത്തിലേക്കുള്ള മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് സിദ്ധികളെ വെച്ചിട്ടുള്ളത്. ഞാൻ സാധാരണ ഒരു എക്സാമ്പിൾ ഇങ്ങനെ പറയാറുണ്ട്. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുക, അത് നമ്മുടെ ഒരു ദിവസത്തെ, നമ്മുടെ ജന്മം ആ ഒരു ദിവസമാണെന്ന് വിചാരിക്കുക. രാവിലെ നമ്മൾ കുളിച്ച് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി, നമ്മുടെ ഉപാസനയുടെ തലങ്ങളാണ്. ഗുരുവായൂർ കിഴക്കേ നടയിൽ ചെന്ന് ബസ് സ്റ്റാൻഡ് ഇറങ്ങി ആ നടക്കുമ്പോൾ വഴിയിൽ അനവധി കടകളുണ്ട്. മനോഹരമായിട്ടുള്ള പല വസ്തുക്കളും വെച്ചിട്ടുണ്ട്. ഭഗവാന്റെ ബൊമ്മകളുണ്ട്, എന്താ പറയാ, ചിത്രങ്ങളുണ്ട്, വളയുണ്ട്, മാലയുണ്ട്. ഇതൊക്കെയാണ് സിദ്ധികൾ. ഈ കടയിൽ നമ്മൾ ഷോപ്പിങ്ങിന് നിന്നു, സാധനം മേടിച്ച് രാത്രി തൃപ്പുകയും കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ അന്നത്തെ ജന്മം അവിടെ അവസാനിച്ചു. നമ്മുടെ പിന്നെ ഭഗവാനെ കാണലുണ്ടാവില്ല. അതുകൊണ്ട് ആ യാത്ര എത്രയും പെട്ടെന്ന് ആ ശ്രീലകത്തിൽ സോപാനത്തിന്റെ മുന്നിൽ എത്തിച്ചേരാനായിട്ടുള്ള ശ്രമമായിരിക്കണം നമ്മുടെ. ബാക്കി വഴിയിലുള്ള നമ്മുടെ ക്യൂവിൽ നിൽക്കലും നീങ്ങൂ 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 എന്ന് പറയലും പിടിച്ചു തള്ളലും ഒക്കെ നമ്മുടെ കർമ്മഫലം അനുസരിച്ചിട്ടിരിക്കും.
എത്ര തള്ളല് കിട്ടണോ, എത്ര ചീത്തവിളി കിട്ടണോ, അത്രയും നമ്മുടെ കർമ്മഫലം തീർന്നു പോയല്ലോ എന്ന് സന്തോഷിച്ചിട്ട് ഗുരുവായൂരപ്പൻ ഒരു നോക്ക് കണ്ട് സന്തോഷമായിട്ട് പുറത്തേക്ക് വരിക. ആ ചീത്ത വിളിച്ചവൻ ആ കർമ്മഫലം പോയി എന്ന് കരുതുക. അങ്ങനെ പോകേണ്ടതാണ്. അപ്പൊ ഇവിടെ അഹങ്കാരം വരുമ്പോ, നമുക്ക് സിദ്ധികൾ വന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് പറയും, ഞാൻ ജീവിപ്പിക്കാം, എനിക്ക് അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. വില്ലുമംഗലത്തിന് അതൊരു മഹാത്മാവാണ് വില്ലുമംഗലത്തിന്റെ വയറുവേദന മാറ്റിക്കൊടുത്തത്, കോൽക്കുന്നത് ശിവാങ്ങള്. പക്ഷേ ഭഗവാന്റെ അടുത്ത് വില്ലുമംഗലമായിട്ട് ഞാൻ എത്രയോ കാലം നിന്റെ അടുത്ത് എന്റെ വയറുവേദന മാറ്റിത്തരാൻ പറഞ്ഞിട്ട് നിനക്കതിനുള്ള സമയം ഉണ്ടായില്ല. എന്റെ കൂടെ നടക്കുന്നുണ്ട്, ഞാൻ തരണം തിന്നുന്നുണ്ട്, എന്റെ കൂടെ കളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ വയറുവേദന നീ മാറ്റി തന്നില്ല. അത് ആ ഒരു ശിവയോഗിയാണ് എനിക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഭസ്മം തന്ന് മാറ്റി തന്നതെന്ന് പറഞ്ഞപ്പോ ഛേ എന്ന് പറഞ്ഞ് തലക്കി വെച്ചു. അതെന്താ, ഈ ജന്മം കൊണ്ട് തീരട്ടെ എന്ന് ഞാൻ വിചാരിച്ചാണ്, ഇനി ഇത് മാറാൻ 3 ജന്മം ജനിക്കണമല്ലോ എന്ന് പറഞ്ഞു ഭഗവാൻ. അങ്ങനെ വില്ലുമംഗലത്തിനെ ഭഗവാൻ പരിഹസിച്ചതല്ല, ഭഗവാൻ പലപ്പോഴും നമുക്ക് തരുന്ന വേദനകൾ അങ്ങനെയാണ്. ആ വേദനകൾ നമ്മുടെ കർമ്മഫലത്തെ മാറ്റാനാണെന്ന് പൂന്താനത്തിനെ പോലെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ആധ്യാത്മിക സാധനയിൽ നമ്മുടെ ഏറ്റവും വലിയ ആദ്യത്തെ പടി എന്ന് തന്നെ പറയാം. അപ്പോ അങ്ങനെയുള്ള സിദ്ധികൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന മിഥ്യാവാദിയായിട്ടുള്ള അർജുനനും അവന്റെ ഗാന്ധീവ ധനുസും തൊലഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ശപിക്കും. അങ്ങനെ ശപിച്ചിട്ട് ഈ ഭർഷണങ്ങളൊക്കെ കേട്ടിട്ടുള്ള അർജുനൻ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു മന്ത്രവാദം മോശമായി കഴിഞ്ഞാൽ മന്ത്രവാദിയുടെ പറയണം നമ്മൾ മന്ത്രവാദം ഭരിച്ചില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ലല്ലോ. അടുത്ത മൂർത്തിയെ വിളിച്ചിട്ട് പിന്നെ അതങ്ങോട്ട് നടത്തിച്ചെടുക്കാൻ നോക്കണമായിരുന്നു. അർജുനൻ തന്റെ സകല യോഗബലത്തിനെയും കൊണ്ട് സംയമപുരിയിൽ ചെന്നു എന്നാ പറയുന്നത്. യമന്റെ പുരിയിൽ അവിടെ വാക്കുപയോഗിക്കുന്നുണ്ട്, സംയമപുരി തന്നെയാണ്. ആ സംയമപുരിയിൽ ചെല്ലണം എന്തിനാ? യമന്റെ പുരിക്ക് മറ്റൊരു പേരാണ് സംയമം, എന്തിനേയും നിയന്ത്രിക്കുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സംയമം ഉണ്ടെങ്കിൽ ബ്രഹ്മാകാര വൃത്തി സ്ഥിരമാക്കാൻ കഴിയും. തനിക്ക് എന്തോ ഒരു നിയന്ത്രണ പശു വന്നിട്ടുണ്ട്. ആ നിയന്ത്രണ പശു ഒന്ന് ബലപ്പെടുത്തി, വ്രതമൊക്കെ ഒന്നുകൂടെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ തന്റെ സിദ്ധിക്ക് ഒരു മൂർച്ച കൂടി തനിക്ക് കിട്ടും എന്ന് കരുതലാണ് വാസ്തവത്തിൽ ഈ യമപുരിയിലേക്ക് പോയി, സംയമപുരിയിലേക്ക് പോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ പോയി അന്വേഷിച്ച് നോക്കുകയാണ്. അവിടെ ശസ്ത്രമായിട്ട് ചെല്ലുകയാണ്. ആ ശസ്ത്രമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അവിടെ കുട്ടിയെ കാണാനില്ല. അടുത്തതാ ഇന്ദ്രിയങ്ങളുടെ രാജാവായിട്ടുള്ള മനസ്സിൽ ചെന്നിട്ട് അന്വേഷിക്കുകയാണ്. ഇന്ദ്രന്റെ പുരിയിൽ ചെന്നിട്ട് നോക്കുകയാണ്, അവിടെയും കാണുന്നില്ല. അഗ്നിയുടെ പുരിയിൽ ചെന്ന് നോക്കി, അവിടെയും കുട്ടിയെ കാണാനില്ല. നിരുദ്ധർ അവിടെ പോയി, അവിടെയും കാണാനില്ല. സോമന്റെ അവിടെ പോയി, അവിടെയും കാണാൻ. ഇങ്ങനെ ദിക്കുകളിലൊക്കെ ചെല്ലുകയാണ്. വായു, വരുണൻ, എല്ലാ സ്ഥലങ്ങളിലും ചെന്നു. കൈലാസത്തിൽ പോലും പോയിട്ടുണ്ടാവണം, കാരണം ഈശാനകോണും വിട്ടുകളയാൻ വഴിയില്ല, അവിടെയും ചെന്നിട്ടുണ്ടാവും. എല്ലാ സ്ഥലത്തും ചെന്ന് ഈ കുട്ടിയെ അന്വേഷിച്ചു. കുട്ടിയെ എവിടെയും കണ്ടില്ല. ഇനി താഴത്തെ ലോകങ്ങളിലും മേലത്തെ ലോകങ്ങളിലും ഒക്കെ പോയി നോക്കി. ആ ഭൂർഭുവ സ്വഹ ജന തപ മഹർ സത്യം എന്ന സകല ലോകങ്ങളിലും നടന്നന്വേഷിച്ചാലും ബ്രഹ്മത്തെ കണ്ടെത്താൻ സാധിക്കില്ല. ഇങ്ങനെ ലോകങ്ങളിൽ അന്വേഷിക്കലല്ല, അത് ഉരുവിടലല്ല ബ്രഹ്മത്തെ കിട്ടാനുള്ള മാർഗം എന്ന് അർജുനൻ പ്രാക്ടിക്കലി പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ച് ആ ബ്രാഹ്മണന്റെ മകനെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു കാര്യം മനസ്സിലായി. ഈ പറയുന്ന ലോകങ്ങളിൽ ഉള്ളവരൊക്കെ തന്നെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ശരീരബോധമോ ഭോഗവിലാസത്തിലോ ഇരിക്കുന്നവരാകിയാൽ അവിടെയൊന്നും ബ്രഹ്മാകാര വൃത്തി സ്ഥിരമല്ല. അതുകൊണ്ട് അവസാനം അർജുനൻ തിരിച്ചു വന്നിട്ട് അഗ്നിയിൽ പ്രവേശിക്കാൻ തീർച്ചയാക്കി. ആ അഗ്നിയിൽ പ്രവേശിക്കാനായിട്ട് അഗ്നികുണ്ഠം കൂട്ടി 3 വരം വെച്ച് നാമം ജപിച്ച് അഗ്നിയിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടാനായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഭഗവാൻ വന്ന് ചാടി വീണിട്ടാ പിടിക്കണത്. എന്താ അർജുനെ പറയാ? കൂടപ്പുറപ്പെന്നാണോ വിളിക്കേണ്ടത്? സുഹൃത്ത് എന്നാണോ വിളിക്കേണ്ടത്? അതോ താൻ തന്നെയാണെന്നാണോ വിളിക്കേണ്ടത്? വാസ്തവത്തിൽ ഗീത പല സ്ഥലത്തും നമുക്ക് തോന്നും ഭഗവാനോട് തന്നെയാണോ സംസാരിക്കണമെന്ന് തോന്നിപ്പോ. ബോധം തെളിഞ്ഞ ആള് ബോധം തെളിയാത്ത തന്നോട് തന്നെ സംസാരിക്കുക. അങ്ങനെയാണ് ഗീതയുടെ അവസ്ഥ. അപ്പൊ ബോധം തെളിയാതെ അഗ്നിപ്രവേശം ചെയ്യാൻ പോകുന്ന ഒരാളോട്, അതായത് തനിക്ക് ഇത്രയും കഴിവുകളുണ്ട്, ആ കഴിവുകൾ കൊണ്ട് ഒന്നും തനിക്ക് ആവാൻ സാധിച്ചില്ല എന്ന് വിഷമിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് സാധിക്കാവുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. യോഗവിദ്യകളും സാധനകളും കൊണ്ട് നേടുന്ന സിദ്ധികൾ കൊണ്ട് സാധിക്കാവുന്നതിന് പോലും ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരികയാണ് വാസ്തവത്തിൽ സന്താനഗോപാല കഥയിൽ അർജുനന്റെ അവസ്ഥ. അവിടെയാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ഒരു ദിവ്യമായിട്ടുള്ള ഒരു കരത്തിന്റെ ആവശ്യം, നമ്മളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. പലരും ശരീരം ത്യജിക്കുന്നത് അതുകൊണ്ടാണ്. ശരീരം ത്യജിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ശരീരത്തിന്റെ ബോധമുള്ളത് കൊണ്ടാണ് ശരീരം ത്യജിക്കുന്നത്.
ആത്മഹത്യ ചെയ്യുന്നത് പോലും വാസ്തവത്തിൽ ഒരു യോഗിക്ക് ചേർന്നതല്ല, ഒരു ബ്രഹ്മജ്ഞാനിക്ക് ചേർന്നതല്ല, അല്ലെങ്കിൽ ഒരു മുമുക്ഷുവിന് ചേർന്നതല്ല. ഓ, ഈ ജന്മം എനിക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഈ ശരീരം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ആ ദേഹബോധം ഉണ്ട് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ദേഹം ഉണ്ടായാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും. ഈ ചിന്തയിലല്ലേ ആയിരിക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാത്മാക്കൾ ജീവൻ മുക്തരായിട്ട് ഇരുന്നിരിപ്പില് ഒരു കുഴി കുഴിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ ജീവനോടെ തന്നെ അവരെ കർപ്പൂരം കൊണ്ടും ഉപ്പ് കൊണ്ടും ഒക്കെ പോടുന്നപ്പോ രാഘവേന്ദ്ര സ്വാമിയൊക്കെ പോലെ. കാരണം അവർക്ക് ശരീരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമേ അല്ല. അവർ മുമ്പും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെയും ഉണ്ടാവും. ഇതൊരു തുടർച്ചയാണ്. ആ തുടർച്ചയിൽ ഭഗവാൻ തന്നെ പറയുന്ന പോലെ ഒരു കുപ്പായം മാത്രം ഈ ശരീരം. അപ്പൊ ഇവിടെ അർജുനൻ ആ ശരീരത്തെ കത്തിച്ച് തന്റെ ദേഹബോധത്തിന്റെ പാരമ്യതയിൽ അതിന്റെ നിരാശയുടെ പരകോടിയിൽ നിന്നിട്ട് അർജുനൻ അതിനെ അഗ്നിക്ക് കൊടുത്തിട്ട് ഞാൻ ചെയ്ത പ്രതിജ്ഞാലോപത്തിന്റെ ശുദ്ധിക്കായിട്ട് അഗ്നിക്ക് ഞാൻ എന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ അഗ്നിക്ക് കൊടുക്കുന്ന ആ സമയത്ത് ആ ഈശ്വരീയ കരം അത് എവിടുന്ന് വരുന്നു? അർജുനന്റെ പൂർവോപാസനകളുടെ ശക്തിയാണ്. അർജുനൻ വെറും നരനായതുകൊണ്ട് മാത്രമല്ല, നരൻ ഒരു പാത്രമാണ്, നാരായണൻ അതിൽ ഒഴിച്ചു വെക്കപ്പെടേണ്ട ജലമാണ്. അങ്ങനെ നാരായണനെ നിറച്ചിരിക്കുന്ന ജലപാത്രമാണ് വാസ്തവത്തിൽ അർജുനൻ. അതുകൊണ്ടാണ് അർജുനന് ആ ആപൽ ഘട്ടത്തിൽ ഭഗവാൻ കൈപിടിച്ചത്. ദ്രൗപദി ചോദിക്കേണ്ടി വന്നു, ദ്രൗപദിക്ക് എന്നെ രക്ഷിക്കണേ കൃഷ്ണ എന്ന്. ഇവിടെ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് പോലുമില്ല. അർജുനന്റെ ഭാഗ്യം ആലോചിച്ചു. അർജുനന്റെ ഭാഗ്യം. ദ്രൗപദിക്ക് പോലും ഗോവിന്ദ എന്ന് വിളിക്കേണ്ടി വന്നിട്ടാണ് വന്നത്. അർജുനന് വിളിക്കേണ്ടി വന്നിട്ടില്ല. അർജുനന്റെ മഹത്വത്തിനെ ഉയർത്തി പറയാൻ ഞാൻ പറയുന്നതല്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അർജുനൻ നാരായണൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒരു വേഷം കെട്ടി ആടിയെന്ന് മാത്രം. അങ്ങനെ ഭഗവാൻ പറയുന്നു, ഇതൊന്നും അല്ല നിന്റെ പോംവഴി, വിഡ്ഢിത്തരാണ് നീ കാണിക്കണം. നിനക്ക് ഞാൻ ബ്രാഹ്മണന്റെ മക്കളെ കാണിച്ചു തരാം. അർജുന, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ വെറുതെ മിണ്ടാണ്ടിരുന്നാണ് ഇത്രയും കാലം? ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത്. പക്ഷെ അത് നിനക്കൊരു വാക്കാല പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു പുറപ്പെടാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴും അർജുനൻ പറയണം, ഇല്ല ഭഗവാനെ, ഞാൻ പ്രതിജ്ഞ തെറ്റിച്ചു, അങ്ങയുടെ പേര് പോലും ഞാൻ കളങ്കപ്പെടുത്തി. അങ്ങിരിക്കെ ഞാൻ താൻ പോരിമ പറഞ്ഞു. അങ്ങിരിക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ചത്ത കുട്ടികളെ ജീവിപ്പിക്കാൻ സാധിക്കും, തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഞാൻ അഹങ്കാരം പറഞ്ഞു. എനിക്ക് അഗ്നിശുദ്ധി വരുത്തിയേ പറ്റൂ. ഭഗവാൻ വീണ്ടും പറഞ്ഞു, അല്ല, ഒരിക്കലും അല്ല. നിനക്ക് തോന്നുകയാണ് ലോകം നിന്നെ ഭർഷിക്കണമെന്ന്. ഇന്ന് നിന്നെ കുറ്റം പറയുന്ന, ഇന്ന് നിന്നെ അപമാനിക്കുന്ന ലോകം നാളെ നിന്നെ പുകഴ്ത്തും. നീ എൻ്റെ കൂടെ വരൂ. ഭഗവാൻ നമ്മളെ വിളിക്കുക. ജീവിതത്തിൽ നമ്മൾ തളർന്നു വീഴുമ്പോൾ ലോകം മുഴുവൻ നമ്മളെ നോക്കി ചിരിക്കണു, കളിയാക്കണു, സങ്കടപ്പെടുത്തണു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് പറയണേ, അരുത്, ഞാൻ കൂടെയുണ്ട്, വരൂ എൻ്റെ കൂടെ. നാളെ നിന്നെ പുകഴ്ത്തി പറയുന്ന തരത്തിലേക്ക് ഞാൻ നിന്നെ ഉയർത്തും എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകും. ഈ നിന്ദിക്കുന്നവരൊക്കെ നിന്റെ വിമല കീർത്തിയെ പാടാൻ തുടങ്ങുന്നവരാണ്. അതായത് ബ്രഹ്മാകാര വൃത്തി വരാതെ അടിക്കടി സംസാരത്തിനെ ഓർമ്മിക്കുന്ന സാധുവാണെങ്കിൽ പോലും, എത്ര വലിയ മുമുക്ഷു ആണെങ്കിൽ പോലും അവനെ ലോകം നിന്ദിച്ച് തന്നെ പറയും എന്ന് വെച്ച് നീ അതിൽ തളരരുത്. നീ എഫർട്ട് തുടർന്നുകൊണ്ടേയിരിക്കുക. നാളെ നിന്നെ യഥാർത്ഥ ബ്രഹ്മജ്ഞാനി എന്ന് ലോകം അറിയും എന്ന് ഭഗവാൻ നമ്മളോട് തുറന്നു പറയണം. അങ്ങനെ ഭഗവാൻ അവിടുന്ന് ഈ കൂട്ടിക്കൊണ്ടുപോകുമ്പോ അർജുനൻ, സാധാരണ ഒരാൾ നമ്മളെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പോ എങ്ങടാ കൊണ്ടുപോകണമെന്ന സാധാരണ നോക്കുക. പക്ഷെ അർജുനൻ ഒന്നും മനസ്സിലാവുന്നില്ല. ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ട് കരഞ്ഞോണ്ടാ പോണെന്ന് പറയും. നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോണെന്ന ഒരാളെ നമ്മൾ അയാളെ തന്നെ നോക്കിക്കൊണ്ട് എങ്ങടാ കൊണ്ടുപോകണമെന്ന് അറിയാതെ പോകുന്നൊരവസ്ഥയുണ്ട്. അത് മനസ്സ് അത്രമാത്രം ആ കൊണ്ടുപോകുന്ന വ്യക്തിയിലും ഉറച്ചു നിൽക്കുമ്പോഴാണ് മാർഗം ഏതാന്ന് പോലും അറിയില്ല. അങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ അർജുനന്റെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ദൈവോപസൃഷ്ടം യോ മൗഢ്യ ദാനി നീഷതി ദുർമതി. ദൈവം കൊണ്ടുപോയതിനെ ആര് കൊണ്ടുവരാനാണ്? മൗഢ്യം എന്നല്ലാതെ എന്താണ്? വിഡ്ഢിത്തരമാണ്. ഈശ്വരന്റെ നിശ്ചയത്തിനെ മറികടക്കാൻ ഞാൻ നോക്കി എന്നുള്ളതാണ്. ഇതാ ഈശ്വരൻ എന്റെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ സമയത്താണ് ഭഗവാന്റെ ആ യാത്ര ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ അർജുനെ കൂട്ടി തേരിൽ കയറിയിട്ട് പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയി എന്നാ പറയുന്നത്. പടിഞ്ഞാറേ ദിക്കിലേക്കാ പോകുന്നത്. പടിഞ്ഞാറ് വശത്തേക്ക് ആ കുതിരകളെ പായിച്ച് തൻ്റെ 4 വിശേഷപ്പെട്ട കുതിരകളെയാണ് ഭഗവാൻ അവിടെ
ആ തേരിൽ കയറ്റി, അർജുനെ തേരിൽ കയറ്റി കൊണ്ടുപോകണം. വാസ്തവത്തിൽ എന്താ, നമ്മൾ ബ്രഹ്മാകാര വൃത്തി എന്ന് നമ്മൾ പറയുമ്പോൾ എത്ര വലിയ യോഗിയാണെങ്കിലും അതിൽ നിന്ന് ഒരു ച്യുതി ഉണ്ടാവും ഞാൻ പറഞ്ഞു. ആ ച്യുതിയിൽ നിന്ന് കരകയറാൻ നിത്യേന നിധിധ്യാസനം, ധ്യാനം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അവർക്ക് പോലും ബ്രഹ്മാകാര വൃത്തിയിൽ നിന്ന് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്. മനസ്സിനെ കുറച്ചു നേരമെങ്കിലും ശാന്തമാക്കി വെക്കുവാൻ പഠിച്ചിട്ട് വേണം തുടങ്ങാൻ. തുടക്കത്തിൽ തന്നെ ഇത് ആദ്യമേ കിട്ടില്ല. ഇപ്പൊ ആൻഡ്രൂ ഹ്യൂബർമാൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, വെറുതെ 17 മിനിറ്റ് കണ്ണടച്ചിട്ട് മനസ്സിന്റെ അകത്തേക്ക് നോക്കി അതിന്റെ ഇഷ്ടത്തിന് വിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരൊറ്റ തവണത്തെ ചികിത്സ കൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ മൊത്തം മേക്കപ്പ് മാറിപ്പോകുന്ന അദ്ദേഹം പറയണം. ഇതാണ് നമ്മുടെ ഋഷീശ്വരന്മാര് പണ്ടേ പറഞ്ഞു വെച്ചത്. അപ്പൊ അത് നിത്യം നമ്മൾ പ്രാക്ടീസിൽ കൊണ്ടുവന്നാലോ? അർജുനനെ ഭഗവാൻ തേരിൽ കയറ്റുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ആ അവസ്ഥയിൽ പോലും ച്യുതി വന്ന ഒരു യോഗിയെ വീണ്ടും യഥാർത്ഥ ധ്യാനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് അർത്ഥാക്കിയാൽ മതി. നമ്മളും കൂടെ തേരി കയറുക, അതാ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഭഗവാൻ ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, ബലാഹകൻ എന്ന് പറയുന്ന 4 കുതിരകളോട് കൂടിയിട്ട്, ഈ 4 കുതിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തില് സാധനാ ചതുഷ്ടയങ്ങൾ തന്നെയാണ്. ആ 4 സാധനയുടെ മാർഗത്തിൽ നമ്മൾ വിശേഷമായിട്ട് പറയുന്ന സാധനാ ചതുഷ്ടയം എന്ന് പറയും. ആ സാധനാ ചതുഷ്ടയങ്ങൾ തന്നെയാണ് ഈ 4 കുതിരകൾ എന്ന് പറയുന്നത്. ഒന്ന് വിവേകം, ഒരു കാര്യം വിവേചിച്ചറിയാനുള്ള കഴിവ്. രണ്ടാമത്തെ കഴിവ് വൈരാഗ്യം, രാഗമില്ലാത്ത അവസ്ഥ. ഒരു കാര്യം ഇങ്ങനെ ആവണം എന്നുള്ള നമ്മുടെ നിർബന്ധ ബുദ്ധിയാണ് രാഗം. അതില്ലാണ്ട് വരുമ്പോൾ നമുക്കൊരു അടക്കവും മറിച്ചിലൊക്കെ ഉണ്ടാവും. അതാണ് ദ്വേഷം. ഇതാണ് രാഗദ്വേഷം. ഞാൻ വിചാരിക്കണം ഒരു കാര്യം നടക്കണം എന്നുള്ള ചിന്തയാണ് യഥാർത്ഥ രാഗം. അത് അങ്ങനെ അല്ലാതെ വരുമ്പോൾ ഉണ്ടാവണ ദ്വേഷം. ഇതൊന്ന് വിട്ടു നിൽക്കലാണ് വൈരാഗ്യം. ഇനി ഇതിനൊക്കെ പറഞ്ഞ മൂന്നാമത്തെ ഷഡ്സമ്പത്ത് പറഞ്ഞിട്ട് 6 സമ്പത്തുകളുണ്ട്. ഒന്ന് സാമം അല്ലെങ്കിൽ സമമായിട്ടിരിക്കുക. സമമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ നിയന്ത്രണം. ദമമായിട്ടിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. ഉപരതി, എല്ലാറ്റിനും മനസ്സിനെ വലിച്ചു നിർത്താനുള്ള കഴിവ്. നേരത്തെ ഞാൻ രമണ മഹർഷിയുടെ കാര്യം പറഞ്ഞു. തൊടയിൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ അനസ്തേഷ്യ കൊടുക്കണ്ട പറഞ്ഞു. മനസ്സിനെ അവിടുന്ന് വലിച്ചു നിർത്തി, വേദന അറിഞ്ഞില്ല. അതേപോലെ തിദിക്ഷ, എന്തും സഹിക്കാനുള്ള കഴിവ്. ശ്രദ്ധ, ഉറച്ചു നിൽക്കുക. എങ്ങനത്തെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വെറുതെ കേട്ടോണ്ടിരിക്കുന്നതല്ല. ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം അതിനെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടെ ഉറപ്പിച്ചറിഞ്ഞതിന് ശേഷം അതിൽ മനസ്സുറപ്പിച്ച് നിർത്തുന്നതാണ് യഥാർത്ഥ ശ്രദ്ധ. അതുകൂടാതെ സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഏകാഗ്രതയോട് കൂടിയിട്ടിരിക്കുക. മനസ്സിനെ നിരന്തരമായിട്ട് ഒരേ പോയിന്റിൽ നിർത്താൻ സാധിക്കുക. ഇങ്ങനെ 6 സമ്പത്തുകളിൽ മൂന്നാമത്തെ കുതിര, 4ാമത്തെ കുതിര മുമുക്ഷുത്വം തന്നെ. അതായത് മോക്ഷം കിട്ടണം എന്നുള്ള ഉത്കടമായിട്ടുള്ള ആഗ്രഹം. ഈ ആഗ്രഹത്തിനെ എത്രത്തോളം വളർത്തുന്നോ അത്രത്തോളം നമ്മൾ ആ കുതിര അങ്ങോട്ട് കുതിക്കും. പക്ഷെ ഇവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ ആ കുതിരകൾക്ക് പോലും കണ്ണ് കാണാൻ പറ്റാത്ത വിധം ഇരുട്ടിലേക്ക് കയറാൻ തുടങ്ങി. ധ്യാനിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ഇരുട്ടാകാണ്, ഒന്നും കാണില്ല. കണ്ണടച്ചിരിക്കുമ്പോൾ ഒന്നും കാണില്ല, വെറും ഇരുട്ട് മാത്രമായിരിക്കും. അപ്പൊ പലരും വിചാരിക്കും വെറും ഇരുട്ട് മാത്രമാണല്ലോ ഞാൻ കാണുന്നതെന്ന് വിചാരിക്കും. ആ ഇരുട്ട് കാണുന്ന സമയത്താണ് ഭഗവാൻ സുദർശനത്തിനെ ഇറക്കുന്നത്. എന്താ സുദർശനം? സമ്യക് ദർശനം സുദർശനം എന്നാണ്. എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണാനുള്ള ആ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ്, അതാണ് സുദർശനം. അത് നല്ല വഴി കാണിച്ചു തരിക എന്നുള്ളതാണ്. എല്ലാറ്റിനെയും ഒന്നുപോലെ കാണാൻ സാധിക്കുക. മനസ്സിൽ വരുന്ന എന്ത് വിചാരങ്ങളെയും, ഇത് മോശം വിചാരം, അത് നല്ല വിചാരം, ഇത് ഭഗവാനെ കുറിച്ചുള്ള വിചാരം, അത് കഴിക്കുന്ന മാംസഭക്ഷണത്തിനെ കുറിച്ചുള്ള വിചാരം, ഇത് ലൈംഗികതയെ കുറിച്ചുള്ള വിചാരം, അത് ഭാഗവതം കേൾക്കുന്ന വിചാരം, ഇങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള വേർതിരിവ് ചിന്തകളില്ലാണ്ട് മനസ്സിൽ വരുന്നത് മുഴുവൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒന്നും ബാധിക്കാത്ത അവസ്ഥയിലിരിക്കുക. ഇങ്ങനെ ഇരുന്ന് വരുമ്പോൾ മനസ്സങ്ങോട്ട് ഉറച്ച് ഒരു സൂക്ഷ്മമായിട്ടുള്ള പോയിന്റിലേക്ക് അങ്ങോട്ട് എത്തും. ഇതാണ് സുദർശനം. സുദർശനമാണ് അപ്പൊ പിന്നെ വഴി കാണിക്കണത്. മുന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘോരാന്ധകാരത്തിനെ കീറി മുറിച്ചുകൊണ്ട് അർജുനൻ തന്നെ ഭയപ്പെട്ടു പോകും. കുതിരകൾക്കേ വഴി അറിയുന്നില്ല. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ
വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കി ഏകാഗ്രമാക്കിയിട്ട്, അല്ലയോ മനസ്സേ, ഈ വിദ്യാവിചാരം കൊണ്ടൊക്കെ നിനക്ക് ഒരു ലാഭമില്ല, സ്വന്തം ദേഹം പോലും നിലനിൽക്കില്ല, ദേഹം പോലും നമ്മുടെ അല്ല. അതുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കണം, ഭഗവാന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാ എടുത്തോ 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 പറഞ്ഞിട്ട് സാഷ്ടാംഗം നമ്മൾ നമസ്കരിക്കുന്നത് ഈ ദേഹം പോലും നമ്മുടെ അല്ല എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ്. അതിനാണ് നമസ്കരിക്കേണ്ടത്. എന്നാ ഭഗവാനെ എടുത്തോ അല്ലേ എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കൊടുത്ത് 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 അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മനസ്സാകണ കുതിരയെ വശത്താക്കി തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരാൾക്ക് എന്തു സുഖം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ അതവിടെ കിടക്കും. അതിന് ഒരു നെഗറ്റീവ് രീതിയിൽ പറയല. പണ്ട് ഞാൻ മമ്മിയൂർ അമ്പലത്തിൽ പറഞ്ഞു, മരിക്കാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യാഭ്യാസം. നന്നായി മരിക്കാൻ പഠിക്കുക. എന്നോട് ചോദിച്ചാൽ ശരത്ത് എന്തായി പറയണത്? മരിക്കാൻ പഠിക്കുക, ഒരു മോശം എന്തൊക്കെയാ പറയാ അതിരുത്തരത്തിന്റെ അവിടെ വന്നിട്ട് എന്നൊക്കെ ചോദിച്ചു എന്നോട് ചെന്നിട്ട്. ഞാൻ പറഞ്ഞു സത്യമാണ്, നന്നായി മരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ ഋഷിമാർ മുഴുവൻ പഠിപ്പിച്ചത്. ഈ ശരീരത്തിനെ എങ്ങനെ ഒരു ഞെട്ടുന്ന് പഴുത്ത പഴം പോലെ അങ്ങോട്ട് വിട്ടുപോവുക. മൃത്യുഞ്ജയ മന്ത്രം ചെല്ലുന്നതിന്റെ അർത്ഥം എന്താ? മരിക്കാൻ പഠിപ്പിക്കുകയാണ്. അല്ലാണ്ട് മരണത്തിനെ നമ്മൾ പറഞ്ഞ അർത്ഥത്തിൽ ജയിപ്പിക്കാനല്ല. ശ്രീരാമകൃഷ്ണദേവൻ പറയണു, കള്ളുകുടിച്ച് ഉന്മത്തനായിട്ടുള്ള ഒരുത്തന്റെ വസ്ത്രം അഴിഞ്ഞു പോകുന്നത് പോലും അവൻ അറിയുന്നില്ല എന്ന്. അതുപോലെ വേണത്രേ നമ്മുടെ ശരീരം കടന്നു പോകാൻ. നമ്മൾ പോയിക്കൊണ്ടിരിക്കണം, അങ്ങനെ പോകണം എന്നാ പറയുന്നത്. അപ്പോ ജന്മത്തെ പാഴാക്കരുത് മിഥ്യാവിചാരം കൊണ്ട്. സംയമം സുഖപ്രദമാണ്. അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങളിലല്ലാതെ മനസ്സിന്റെ വൃത്തിയെ ചലിപ്പിക്കരുത്. വേണ്ടത് മാത്രം കേൾക്കുക, പറയുക, അങ്ങനെ വേണം പോവാൻ എന്ന് വെച്ച് അതിനെ എങ്ങനെ കൊണ്ടുവരണം? ഈ ബ്രഹ്മവിചാരം കൊണ്ട്, നിരന്തര സമർപ്പണം കൊണ്ട്, നിരന്തര സ്മരണ കൊണ്ട് ഭഗവാൻ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ള എന്തൊരു ക്രിയയാണോ അതാണ് വാസ്തവത്തിൽ യഥാർത്ഥ സുദർശന ക്രിയ. അല്ലാതെ അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് പഠിപ്പിക്കേണ്ട ഒരു വസ്തു അല്ല അത്. മനസ്സ്, ബുദ്ധി തുടങ്ങിയിട്ടുള്ള കുതിരകളൊക്കെ ചഞ്ചലമാകണ കൊണ്ട് യോഗീശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ 1000 സൂര്യന്മാരെ പോലെ ശോഭിക്കണ സുദർശന ചക്രത്തെ തന്നെ മുന്നിലങ്ങോട്ട് വെച്ചു കൊടുത്തു. ആ പ്രകാശത്തിന്റെ ശക്തിയിൽ ആ മഹാന്ധകാരം നീങ്ങിപ്പോയിട്ട് എങ്ങനെയാണോ ശ്രീരാമസ്വാമിയുടെ ബാണം അസുരന്മാരുടെ പടകളെ ഛിന്ന ഭിന്നമാക്കി കൊണ്ടുപോയത്, അതുപോലെ സുദർശനം ആ അന്ധകാരത്തിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ജ്യോതിർമയമായിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. പ്രകാശത്തിന്റെ ഒരു പർവ്വതം പോലുള്ള ഒരു പ്രദേശം, സകല സംശയങ്ങളും ഇല്ലാതായിത്തീരുന്ന ഒരു പ്രദേശം, എല്ലാത്തരം കുണ്ഠതകളും സംശയങ്ങളും ഇല്ലാത്ത വികുണ്ഠമായിട്ടുള്ള ഒരു പ്രദേശം, വൈകുണ്ഠം എന്ന് പേരുള്ള ഒരു പ്രദേശത്തേക്ക് അത് പ്രവേശിച്ചു. വാസ്തവത്തിൽ വൈകുണ്ഠം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ ഒരു ലോകമല്ല. നമ്മുടെ സകല സംശയങ്ങളും അവസാനിക്കുന്ന ബ്രഹ്മാനന്ദത്തിന്റെ അവസ്ഥയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ആ ധ്യാനം ശരിക്കും തുടക്കത്തിൽ സാധിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണോ ആ ആദ്യത്തെ സ്ഫുരണം, അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ വലിയിലോപനി എന്ന് പറഞ്ഞിട്ടുണ്ടാവുമ്പോഴും ഒരു ഉൾക്കിട്ടലുണ്ടാവും. ആദ്യം നമ്മൾ ഇരുട്ട് കണ്ട്, തുടക്കക്കാരൻ ആദ്യം ഇരുട്ട് കാണുമ്പോഴും പേടിയുണ്ടാവും. വെളിച്ചത്തിന്റെ ആദ്യത്തെ സ്ഫുരണം നമ്മുടെ കണ്ണിൽ അടിക്കുമ്പോഴും നമുക്കൊരു ഭയം ഉണ്ടാവും. യോഗിയുടെ മനസ്സൊന്ന് വിറയ്ക്കും ആ സമയത്ത്. അതുപോലെ അർജുനൻ ഒരു വിറവിറയ്ക്കും. ആ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അർജുനനൊന്ന് വിറയ്ക്കുന്ന പറഞ്ഞ. അർജുനൻ വിറയ്ക്കുമ്പോ ഭഗവാൻ ഒരു കൈ കൊണ്ടങ്ങോട്ട് അർജുനന്റെ കൈയൊന്ന് മുറുക്കി പിടിക്കും. ഭയക്കണ്ട, ദാ ആ മഹാപ്രദേശത്തേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അങ്ങനെ നമ്മള് മനസ്സ് ഏറ്റവും ശാന്തമാകുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ സ്മൂത്ത് ലാൻഡിങ് ആയിരിക്കും. നമ്മൾ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആകെ ആടി വലഞ്ഞാൽ ലാൻഡ് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തത് പോലും അറിയില്ല. അതുപോലെ ആ ലാൻഡിങ്ങിന്റെ സ്മൂത്ത്നെസ് എത്രത്തോളം അർജുനന് കൊടുക്കാവോ അത്രയും കൊടുത്തിട്ടാണ് ഭഗവാൻ ആ പ്രദേശത്തേക്ക് കൊണ്ടുവന്നത്. എന്താ കാണുന്നത്? മണിമയ സ്തംഭങ്ങൾ കൊണ്ട് മനോഹരമായിട്ടുള്ളൊരു ഭവനമുണ്ട്. പാലിന്റെ നിറമുള്ളൊരു മഹത്തായിട്ടുള്ളൊരു ജലരാശിയുടെ നടുക്കങ്ങൾ ഉയർന്നു നിൽക്കുന്നു. അതിനെ വർണ്ണിച്ചാൽ തീരില്ല, അത്ര മനോഹരമായിട്ടുള്ള ഒരു ഭവനം അർജുനൻ കാണുന്നു. അർജുനൻ കാണുന്നു ആ ഭവനത്തില് 1000 ശിരസ്സുകളില് 1000 രത്നങ്ങൾ ധരിച്ചിട്ടുള്ള, കിരീടങ്ങൾ ധരിച്ചിട്ടുള്ള, 2000 ചുവന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ള, ഇരട്ട നാക്കുകൾ ഇങ്ങനെ സദാ നാരായണനാമം മുഴക്കിക്കൊണ്ടിരിക്കുന്ന, ഈ വെളുത്ത നിറമുള്ള ശരീരത്തില് കറുത്ത നിറമുള്ള കഴുത്തോട് കൂടിയിട്ടുള്ള ആ അനന്തനായിട്ടുള്ള സംഘർഷണമൂർത്തിയുടെ ശരീരത്തില് ചതുർബാഹുവായിട്ട്, ചിലവരുള്ള അഷ്ടബാഹുവായിട്ടാണ് കണ്ടത്, 8 ബാഹുക്കളോട് കൂടിയിട്ട് കാർവർണ്ണനായിട്ടുള്ള ഭഗവാൻ പരമാത്മൻ പരമപുരുഷൻ നാരായണൻ ശയിക്കുന്നതായിട്ട് അർജുനൻ കാണുന്നു. അർജുനൻ ഉണ്ടാകുന്ന ആ ബ്രഹ്മാനന്ദത്തിന്റെ ചിത്രണമാണ് വാസ്തവത്തിൽ ഈ രംഗം. ആ അദ്ദേഹത്തിന്റെ
ഭഗവാന്റെ ആ ശരീരകാന്തി വർണ്ണിക്കുന്നുണ്ട്. പീതാംബരം ധരിച്ചിട്ടുണ്ട്, കമലം പോലെ പ്രസന്നമായിട്ടുള്ള മുഖത്തില് തന്നെ അംശങ്ങളായിട്ടുള്ള അവരെ രണ്ടുപേരും കണ്ട സന്തോഷം അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. ആ സന്തോഷം മാത്രമല്ല, ഭഗവാന്റെ ശരീരത്തിലുള്ള അടയാഭരണങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. 8 ബാഹുക്കളുണ്ട്, മാറില് ശ്രീവത്സമുണ്ട്, കൗസ്തുഭ മണിയുണ്ട്. ആ ശ്രീവത്സം ഫ്രഷാ, ചവിട്ട് കൊണ്ടിട്ട് അധികം കാലമായിട്ടില്ല അതുള്ളൂ ഈ കഥ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ആ വനമാല, ഋഷീശ്വരന്മാരാകണ വനമാല ധരിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ തൻ്റെ പാർഷദാദികളായിട്ടുള്ള നന്ദൻ, സുനന്ദൻ തുടങ്ങിയിട്ടുള്ള പാർഷദന്മാര് ചക്രം, ശംഖ്, പുഷ്ടി, ശ്രീ, കീർത്തി, അജ തുടങ്ങിയിട്ടുള്ള ശക്തികള്, സമ്പൂർണ്ണ ഋദ്ധികള് ഇവരൊക്കെ സേവിക്കണം. മഹാലക്ഷ്മി തൃപ്പാദത്തിലിരിക്കണു. ഭൂമിദേവി ഭഗവാനെ ശിരസ് താങ്ങിക്കൊണ്ട് അനന്തന്റെ മടിയിലിരിക്കുന്നു. ഈ വിധത്തിലുള്ള ആ ഭഗവാന്റെ രൂപത്തെ നമുക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. ഇങ്ങനെയുള്ള ആ സഗുണ ചിഹ്നങ്ങളോട് കൂടിയിട്ട് സത്വഗുണസ്വരൂപനായിട്ടിരിക്കുന്ന ആ ഭഗവാന്റെ ശരീരത്തിന്റെ വർണ്ണന, അതിൻ്റെ യഥാർത്ഥ അർത്ഥം വാസ്തവത്തിൽ 12ാമത്തെ സ്കന്ധത്തില് 11ാമത്തെ അധ്യായം പോയി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ഈ രൂപത്തിന്റെ അടിസ്ഥാനം എന്താണ്. അങ്ങനെ വൃത്തിയെ വെളിയിൽ വിടാതെ ആത്മാഭിമുഖമാക്കിയപ്പോ അർജുനന് ഭഗവാനെ കാണാറായി. അങ്ങനെ ആ അവസ്ഥയില് അർജുനൻ അടുത്ത് കാണുന്ന മനോഹരമായിട്ടുള്ള രംഗം എന്താ? ദ്വബന്ധ ആത്മാനമനന്തമച്യുതോ ജിഷ്ണുശ്ചതദർശന ജാത സാധ്വസ താവാഹ ഭൂമാവനമേഷ്ടിനാം പ്രഭുർ ബദ്ധാഞ്ജലി സസ്മിതമൂർജയാ ഗിരാ. സ്വയം നാരായണനെ നമസ്കരിക്കണം കാണുകയാണ് അർജുനൻ. കൃഷ്ണൻ ഭഗവാൻ നാരായണനെ നമസ്കരിക്കണം കാണുന്നു. ഭഗവാനെ തന്നെ നമസ്കരിക്കുന്നതായിട്ട് അർജുനൻ കാണുന്നു. മനുഷ്യാത്മാവ് പരമാത്മാവിനെ നമസ്കരിക്കുന്ന കാണുന്നു. ആ രംഗം, അതിൻ്റെ മാഹാത്മ്യം എത്ര വർണ്ണിച്ചാലും തീരില്ല. തൊഴുകൈകളോട് കൂടിയിട്ട് അർജുനനും ആ രംഗം കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ ഇരുവരോടും ആ സർവവ്യാപിയായിട്ടുള്ള മഹാവിഷ്ണു നിങ്ങളെ ഇരുവരെയും കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ബ്രാഹ്മണപുത്രന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ധർമ്മരക്ഷയ്ക്കായിട്ട് എൻ്റെ തന്നെ അംശത്തിൽ അവതരിച്ച നിങ്ങൾ ഇരുവരും ഭൂമിക്ക് ഭാരമായിട്ടുള്ള അസുരന്മാരെ ഹനിച്ച് എൻ്റെ പക്കൽ വീണ്ടും വേഗത്തിൽ വരൂ. നിങ്ങൾക്കിനി ഒന്നും നേടാനൊന്നുമില്ല, എന്നാലും ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് എന്ന് പറയണം. നരനാരായണ ഋഷിമാരായിട്ടുള്ള നിങ്ങൾ ശ്രേഷ്ഠരാണ്, പൂർണ്ണകാമന്മാരാണ്. പക്ഷെ എന്നാലും ലോകത്തിന്റെ നീതിക്കനുസരിച്ച് നിങ്ങൾ ശരീരം എടുത്തു. കൃഷ്ണനാണെങ്കിലും മനുഷ്യ ശരീരം എടുത്തു, അർജുനനാണെങ്കിലും മനുഷ്യ ശരീരം എടുത്തു. മനുഷ്യ ശരീരം എടുത്താൽ ഈ ലോകത്തിന്റെ നിയമങ്ങൾ ഭഗവാനാണെങ്കിലും അനുസരിച്ചേ മതിയാവും. അതുകൊണ്ട് ആ ആയുധം കൊണ്ട് ശരീരത്തിൽ മുറിവുണ്ടാക്കി ശരീരം ഉപേക്ഷിച്ചത്. അല്ലാതെ ഞാൻ ദിവ്യനാണ് എന്ന് പറഞ്ഞിട്ട് ദിവ്യശക്തി കാണിക്കാനല്ല ഭഗവാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോ ഭഗവാന്റെ ആ വാക്കുകളാണ് ദ്വിജാത്മജാമേ യുവയോർദിദർക്ഷുണ മയോപനീതാ ഭുവി ധർമ്മഗുപ്തയേ കലാപതിർണാവനേർഭരാസുരാൻ ഹത്വേഹ ഭൂയസ്ത്വരയേതമന്തിമേ പൂർണ്ണകാമാവവിവാം നരനാരായണ വൃഷി ധർമ്മമാചരതാം സ്ഥിത്യൈ ഋഷഭൗ ലോകസംഗ്രഹം. ലോകസംഗ്രഹത്തിനായിട്ട് ധർമ്മത്തെ ആചരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഉപദേശം. ഭഗവാൻ പണ്ട് ബ്രഹ്മദേവന് ചതുശ്ലോകി ഭാഗവതം ഉപദേശിക്കുമ്പോൾ എന്തൊരു കാര്യമാണോ തിയറിയിൽ പറഞ്ഞു കൊടുത്തത്, അല്ലെ, അഹമേവാസമേവാഗ്രേ എന്ന് പറഞ്ഞത്, ആ തിയറിയിൽ പറഞ്ഞു കൊടുത്തതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. ആ പ്രാക്ടിക്കൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട തന്റെ താൻ തന്നെയായിട്ടുള്ള 2 ആയുധങ്ങളോട് പറയുന്നു. കൃഷ്ണൻ ഭഗവാന്റെ പൂർണ്ണായുധമാണ്, പൂർണ്ണാവതാരല്ല വാസ്തവത്തിൽ, ആയുധം. അതേപോലെ തന്നെ അർജുനനും ഭഗവാന്റെ ആയുധമാണ്. ആ ആയുധങ്ങളോട് പറയണം നിങ്ങളുടെ ജന്മോദ്ദേശം ഇതാണെന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് അതിനെ സ്വീകരിക്കണമെന്ന്. അങ്ങനെ തന്നെ കൽപ്പന പോലെ എന്നല്ല പറയണം, ഓം ഉച്ചരിച്ചിട്ടാണ്, ആ ഓംകാരം ഉച്ചരിച്ചിട്ടാണ് ഓം എന്നാ പറയുന്നത്. ഓംകാരം ഉച്ചരിച്ചിട്ട് അങ്ങനെ തന്നെ ആവട്ടെ, അല്ലേ? നമ്മൾ മറ്റു സെമറ്റിക് മതങ്ങളിലൊക്കെ ഒരു പദം പറയും, ആമേൻ എന്ന് പറയും. അത് ഓംകാരമാണെന്ന് പറയാറുണ്ട് ഹിബ്രുവിൽ. വാസ്തവത്തിൽ ഏതൊരു മഹാവാക്യം പറയുമ്പോഴും ഏതൊരു കൽപ്പന പറയുമ്പോഴും ഓം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അത് ഏറ്റുകൊള്ളണം എന്നാണ്.
അത് ബ്രഹ്മം തന്നെ, ആ പറഞ്ഞത് ബ്രഹ്മവാക്ക് തന്നെ എന്ന് പറഞ്ഞ് ഏറ്റുകൊള്ളണമെന്ന. അവിടെ നാരായണനും നരനുമായിട്ടുള്ള ആ കൃഷ്ണനും അർജുനനും ഓം എന്ന് ഉച്ചരിച്ച് സമ്മതിച്ച് ആ വൈകുണ്ഠപതിയെ വന്ദിച്ച് ബ്രാഹ്മണ സന്തതികളെ അങ്ങനെ വിട്ടുകൊടുത്തു. സസന്തോഷം ആ പോയ വഴിയിൽ തന്നെ. ഇപ്പൊ 10 കൊല്ലം മുമ്പ് മരിച്ച കുട്ടിക്ക് ഇപ്പൊ 10 വയസ്സായിട്ടുണ്ട്. 9 കൊല്ലം മുമ്പ് മരിച്ച കുട്ടിക്ക് 9 വയസ്സായിട്ടുണ്ട്. അതായത് കുട്ടികൾക്കൊക്കെ ആ ബ്രഹ്മാകാര വൃത്തി എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് ഏതൊക്കെയോ ജന്മങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഉപാസന ഒന്നും നമ്മൾ ഈ അതാത് ജന്മങ്ങളിൽ സമ്പാദിച്ച ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നഷ്ടപ്പെട്ടു പോവില്ല. ആ ധനം പോലെ നഷ്ടപ്പെട്ടു പോവില്ല. ഈ ധനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അത് അവ്യയമാണ്, അത് അനന്തമാണ്. അതുകൊണ്ട് അതിന്റെ പരിപക്വമായിട്ടുള്ള അവസ്ഥയിൽ ഭഗവാൻ തന്റെ ലോക്കറിൽ സൂക്ഷിച്ചിട്ട് കാലാകാലങ്ങളിൽ സമയമാകുമ്പോൾ നമുക്ക് എടുത്തു തരും. നമ്മുടെ കയ്യിൽ നിന്നുള്ളൊരു എഫർട്ട് മാത്രമേ അവിടെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ് വൈകുണ്ഠത്തിൽ കണ്ട കാഴ്ചകളും അവിടെ നടന്നതും ഒക്കെ കണ്ടിട്ട് അർജുനൻ എന്തൊക്കെ പറഞ്ഞാലും സാധാരണ മനുഷ്യാത്മാവല്ലേ, മനുഷ്യന്റെ യോഗ്യത കൊണ്ട് നേടിയെന്ന് വിചാരിക്കണതൊക്കെ ആ കൂടെയുള്ള ഭഗവാന്റെ കടാക്ഷമാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും നേരത്തെ കൈപിടിച്ചു കൊണ്ടുപോകുമ്പോ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ട് പോയ പോലെ തിരിച്ചു വരുമ്പോഴും വരണ വഴിയോ ഗോളങ്ങളോ ആകാശോ ഒന്നും കണ്ടില്ല. കൃഷ്ണനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഭഗവാന്റെ പുറകുവശ കാണാൻ പറ്റിയ, തേര് തെളിക്കല്ലേ. ഇതാരാത്? എത്രമാത്രം വാത്സല്യത്തോടെ ആയിരിക്കും ഭഗവാനെ അർജുന ആ സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. അതായത് ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ പൗരുഷം എന്ന് വിചാരിച്ച് ചെയ്യണതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഈശ്വരേച്ഛയില്ലാണ്ട് ഭഗവാൻ കൈപിടിക്കാണ്ട് നമ്മൾ ഒന്നും നേടുന്നില്ല. അത്ഭുത കൃത്യങ്ങൾ ചെയ്തിട്ടും ലൗകിക പ്രവർത്തികളും യജ്ഞയാഗങ്ങളും ഒക്കെ നിർവഹിച്ചിട്ടും ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരെ ഒക്കെ വധിച്ച് ഭൂഭാരം തീർത്തിട്ടും അർജുനൻ തുടങ്ങിയിട്ടുള്ള യോദ്ധാക്കളെ കൊണ്ട് മുഴുവൻ ഭൂമിയെ വൃത്തിയാക്കിയിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചിട്ട്, ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ശ്രീരാമസ്വാമി ധർമ്മത്തിന്റെ ഒരു ഉദ്യാനത്തിൽ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന രാവണൻ തുടങ്ങിയിട്ടുള്ള കളകളെ പറിച്ചു കളയുകയാണ് ചെയ്തത്. കൃഷ്ണൻ ഭരണ കാലമായപ്പോഴേക്കും അത് കാട് പിടിച്ച് നശിച്ചു പോയിരുന്നു. അദ്ദേഹം ഒരു JCB കൊണ്ടുവന്നിട്ട് അതിനെ കുത്തിയിളക്കി കളയുകയും ചെയ്യുന്നു. എന്നിട്ട് പുതിയൊരു ഗാർഡൻ ഉണ്ടാക്കി, മനോഹരമായൊരു ഉദ്യാനം ഉണ്ടാക്കി. 5000 വർഷത്തോളം ബുദ്ധന്റെ അവതാരകാലം വരെയും ആ മഹാസാമ്രാജ്യം നിലനിൽക്കുകയും ചെയ്തു. വാസ്തവത്തിൽ അങ്ങനെ ഒരു പുനരുദ്ധാരണത്തിന്റെ കാലമാണ് ഇന്ന് വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. വാസ്തവത്തിൽ നമ്മളൊക്കെ മഹാഭാഗ്യവാന്മാരാണ്. ചരിത്രത്തിന്റെ വിശേഷപ്പെട്ട ഒരു സന്ധിയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. നമുക്ക് മുന്നേ കടന്നുപോയവര്, വള്ളിയൂർ തിരുവേനിയെ പോലുള്ളവർ, ആഞ്ഞൻ തിരുവേനിയെ പോലുള്ളവര്, വാഴക്കുന്നത്തിനെ പോലുള്ളവര്, തട്ടയൂരിനെ പോലുള്ളവര്, വൈശ്രവണത്തിനെ പോലുള്ളവര്, നീലകണ്ഠ സദ്ഗുരുവിനെ പോലുള്ളവര്, അനവധി മഹാത്മാക്കള്, അവരുടെയൊക്കെ തോളത്ത് കയറി നിന്നിട്ടാണ് നമുക്ക് ചക്രവാളത്തിന്റെ കൂടുതൽ വലിയൊരു അംശം ഒന്ന് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാനെയൊക്കെ പോലെ നമുക്ക് എല്ലാവർക്കും ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇതാ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ചാടിയടിച്ച് നമസ്കരിക്കാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ തരുന്നൊരു കാലം വിദൂരമല്ലാന്നാണ് എൻ്റെ വിശ്വാസം. അത് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മഹാപ്രഭുവായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട്, ഗുരുവായൂരപ്പൻ തന്നെയായിട്ടുള്ള ആ മള്ളിയൂർ മഹാഗണപതി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട്, ഈ യജ്ഞവേദിയിൽ ആചാര്യന്മാരായ നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ ഗുരുവായൂരപ്പന്റെ രൂപങ്ങളായിട്ട് നിങ്ങളെ എല്ലാവരെയും കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഞാൻ എൻ്റെ എളിയ പ്രഭാഷണം സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത മഹാസത്രം സത്രവേദിയിൽ നമ്മെ അനുഗ്രഹിച്ച ശ്രീ ശരത് എ ഹരിദാസ്, അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ സത്രത്തിലും ഇവിടെ എത്തിച്ചേർന്ന് നമ്മെ അനുഗ്രഹിച്ച വാക്കുകളെ കൊണ്ട് അനുഗ്രഹിച്ചു പോരുന്ന മഹാത്മാവിന് മള്ളിയൂരുടെ ആദരം പൂജനീയ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹം ഇപ്പോൾ നൽകുകയാണ്. മള്ളിയൂർ വൈഷ്ണവ ഗണപതിയുടെ പൂജനീയ മള്ളിയൂർ തിരുമേനിയുടെ അനുഗ്രഹം ഉണ്ടാകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മള്ളിയൂർ ആധ്യാത്മിക പീഠത്തിന് വേണ്ടി